കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ ടേം വരെ ആണ് പറഞ്ഞു നിർത്തിയത്, ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ജനറൽ ടേം. അടുത്ത പോർഷൻ സം ആണ്. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഫോമുല എങ്ങനെയാണെന്നൊക്കെ നോക്കാം. സം എന്ന് പറയുമ്പോൾ എന്താണ്? ടേംസിൻ്റെ സമ്മാണ്. ഇപ്പം എസ് എൻ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഇപ്പോൾ ടേംസ് എന്താണ്? ഫസ്റ്റ് ടേം എ ആണ്, കോമൺ റേഷ്യോ 6, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു പോകുന്നു. അപ്പോൾ ടേംസ് ഫസ്റ്റ് എ, നെക്സ്റ്റ് എ ആർ, ദെൻ എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ്, അങ്ങനെ പോകും എക്സെട്ര അപ് ടു എ ആർ റേസ് ടു n-1. അതാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഫോമുല എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഫോമുല. ഈ രണ്ട് ഫോമുലയിൽ ഏത് ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടീഷനുണ്ട്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ, ആ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇക്വേഷനാണ്. ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എസ് എന്നിൻ്റെ ഇക്വേഷൻ എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ആയിരിക്കും. ഇനി ഈ ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്, 1നെക്കാട്ടി വലിയൊരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ, കണ്ടുപിടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റനിൽ തരുന്നതെങ്കിൽ എസ് എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആ സെക്കൻഡ് ഇക്വേഷനാണ്. ദാറ്റ് ഇസ് എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ഈ രണ്ട് ഇക്വേഷനിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കണ്ടീഷൻ അനുസരിച്ചാണ്, കോമൺ റേഷ്യോ എന്താണെന്ന് വെച്ചിട്ടാണ് ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് വരുന്നത്. ഇതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, ആർ കോമൺ റേഷ്യോ ആണ്, എൻ എന്ന് പറയുന്നത് എത്ര ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്, അതാണ് എൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ 10th ടേം ആൻഡ് nth ടേം ഓഫ് ദ ജോമെട്രിക് പ്രോഗ്രഷൻ 5, 25, 125, എക്സെട്ര. അതായത് ഇതിൽ 10th ടേം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, ആൻഡ് nth ടേമും കണ്ടുപിടിക്കാം. ജോമെട്രിക് പ്രോഗ്രഷൻ 5, 25, 125, എക്സെട്ര ആണ്. അതിൽ 10th ടേമിനെ നോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് A10 ആണ്. എ സഫിക്സ് 10 ആയിട്ടാണ് എഴുതുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച ജനറൽ ടേമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എ എൻ ഇസ് ഈക്വൽ ടു എ ആർ റേസ് ടു n-1. ഇതിൽ A10 എന്ന് പറയുമ്പോൾ എന്താവും? എന്നിന് പകരം 1 എന്ന് വരും. സോ എ ആർ റേസ് ടു 10-1, ദറ്റ് ഇസ് എ ആർ റേസ് ടു 9 എന്ന് വരും. എ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ആ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം എന്താണ്? 5 ആണ്. ആർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്ത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതെന്ന് നോക്കിയാൽ മതി. 5 വെച്ചല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. ചിലത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവത്തില്ല എന്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതെന്ന്. സോ നമ്മളത് ചെയ്ത് നോക്കണം. ഇപ്പം ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ഉണ്ട്. ഏത് ടേമാണോ എടുക്കുന്നത്, മുമ്പിലത്തെ ടേം ഡിവൈഡ് ബൈ ബാക്കിലത്തെ ടേമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ A2 ആണ് എടുക്കുന്നതെങ്കിൽ A2 ഡിവൈഡഡ് ബൈ A1 ചെയ്യണം. അങ്ങനെ ഇവിടെ ചെയ്തിരിക്കുന്നത് A2 ഡിവൈഡ് ബൈ A1 ഇസ് ഈക്വൽ ടു 25 ബൈ 5, ദാറ്റ് ഇസ് 5. ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ ജി പി കാണുമ്പോൾ മനസ്സിലാവും 5 വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതെന്നുള്ളത്. അപ്പോൾ 5 എന്ന് കിട്ടും. നമുക്ക് A10 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. A10ൻ്റെ ഇക്വേഷൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? എ ആർ റേസ് ടു 9, ദാറ്റ് ഈസ് എ ഇൻറ്റു ആർ. എ എന്ന് പറയുന്നത് 5 ആണ്, ആറും 5 ആണ്, റേസ് ടു 9. 5 ഇൻറ്റു 5 റേസ് ടു 9 നോക്കിക്കേ. 5 ഇൻറ്റു 5 റേസ് ടു 9 സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇത് ഫോമുല വെച്ച് ചെയ്യുന്നത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. അതായത് സെയിം നമ്പറിൻ്റെ ഡിഫറെൻറ്റ് പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണെന്നുണ്ടെങ്കിൽ, സെയിം നമ്പർ റേസ് ടു എന്തായിരിക്കും? ആ പവറിൻ്റെ സം ആയിരിക്കും. സോ 5 റേസ് ടു 1 ഇൻറ്റു 5 റേസ് ടു 9 അല്ലേ. അപ്പം 5 റേസ് ടു 1 പ്ലസ് 9 ഇസ് ഈക്വൽ ടു 5 റേസ് ടു 10. ചിലക്കിത് മനസ്സിലാവത്തില്ല എങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്തായിരുന്നു? nth ടേം ഓഫ് ദ ജി പിയും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ nth ടേമും കൂടെ കണ്ടുപിടിക്കണം. nth ടേമിൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? എ എൻ ഇസ് ഈക്വൽ ടു എ ആർ റേസ് ടു n-1. nth ടേം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്നിന് നമ്പർ അല്ലെങ്കിൽ വാല്യൂ കൊടുക്കാതെ ഉള്ള ആ ഒരു ഇക്വേഷനാണ് nth ടേം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ nth ടേമിൻ്റെ ജനറൽ ടേം എന്താണെന്ന് വെച്ചാൽ എ ആർ റേസ് ടു n-1 ആണ്. അതിൽ എ നമുക്കറിയാം 5 ആണ്, ആറും 5 ആണ്. സോ 5 ഇൻറ്റു 5 റേസ് ടു n-1. നേരത്തെ ചെയ്ത അതേ ഫോമിലാണ് ഇതും ചെയ്യുന്നത്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആയിരിക്കും. 5ഉം 5ഉം അല്ലേ, സെയിം നമ്പറിൻ്റെ ഡിഫറെൻറ്റ് പവറാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 1 പ്ലസ് n-1, 1ഉം -1ഉം കട്ടാവും. സോ 5 റേസ് ടു എൻ ആയിരിക്കും ആൻസറായിട്ട് കിട്ടുന്നത്. സോ nth ടേം എന്ന് പറയുന്നത് 5 റേസ് ടു n ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടേം ഓഫ് ദ ജോമെട്രിക് പ്രോഗ്രഷൻ 2, 8, 32, എക്സെട്ര അപ് ടു n ടേംസ് ഇസ് 1, 3, 1, 0, 7, 2. ഓക്കെ,
അതെങ്ങനെ ഈ നമ്പർ 131072 എന്ന് പറയുന്ന നമ്പർ എത്രാമത്തെ ടേം ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എത്രാമത്തെ ടേം എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ജോമെട്രിക് പ്രോഗ്രഷനിൽ നമുക്ക് നോക്കാം. ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണ് തന്നിരിക്കുന്നത്? 2, 8, 32, എക്സെട്ര. അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കുന്നത്? രണ്ട് ടേംസ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. മുമ്പിലത്തെ ടേം ഡിവൈഡ് ബൈ ബാക്കിലത്തെ ടേം. ഇപ്പം മുന്നിലത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്? A3 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ A2 വേണം കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്. 32/8 = 4. A2/A1 വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ 32/8 എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ടേം, അതായത് ഒരു നമ്പർ തരുമല്ലോ, അത് എത്രാമത്തെ ടേമാണ് കണ്ടിരിക്കുന്നത്, അതിനെ നമ്മൾ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? an വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. an = 131072. an-ൻ്റെ ജനറൽ ടേം നമ്മൾ എങ്ങനെ എഴുതുന്നത്? AR⁻n-1 എന്നല്ലേ. സോ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. AR⁻n-1 എന്ന് പറയുന്നത് 131072 എന്നുള്ളത്. AR⁻n-1 ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 4 ആണ്. സോ 2 × 4⁻n-1 എന്ന് പറയുന്നത് 131072. ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ബൈ 2 ആവും. അപ്പം 4⁻n-1 എന്ന് പറയുന്നത് എന്തായി? 131072/2, ദാറ്റ് ഈസ് 65536. ഈ 4⁻n-1 = ഒരു നമ്പറാക്കി എടുക്കുന്നതെങ്കിൽ നമുക്കിനി 4ൻ്റെ പവറാക്കി എഴുതണം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന 4⁻n-1 ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന എന്താക്കി എഴുതണം? ഒരു 4ൻ്റെ പവറാക്കി എഴുതണം. അതായത് 65536നെ ഒരു 4ൻ്റെ പവറാക്കി എഴുതണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ കാൽക്കുലേറ്ററിൽ 4⁻² എന്നുള്ളത് ഓരോ നമ്പർ ഇട്ട് അടിച്ച് നോക്കിയാൽ മതി. ഏത് നമ്പർ ചെയ്യുമ്പോഴാണോ ഈ ഒരു ആൻസർ കിട്ടുന്നത്, 65536 കിട്ടുന്നത്, അപ്പോഴായിരിക്കും അതിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 4⁸ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 65536 കിട്ടുന്നത്. സോ 4⁻n-1 = 4⁸ എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പവർ രണ്ടും സെയിം ആയാലല്ലേ ഈക്വൽ ആവത്തുള്ളൂ. 4⁻n-1 = 4⁸ ആണെങ്കിൽ പവർ സെയിം ആയിരിക്കണം, എന്നാലല്ലേ ഈക്വൽ ടു എന്നുള്ളതിന് അർത്ഥം വരത്തുള്ളൂ. സോ n-1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? 8ന് ഈക്വൽ ആയിരിക്കണം. സോ n എന്ന് പറയുന്ന -1 ഇപ്പുറത്ത് വരുമ്പം +1, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. n = 9. അപ്പം എത്ര ടേം ആഡ് ചെയ്യുമ്പോഴാണ്, എത്രാമത്തെ ടേമാണ് 131072 എന്ന് പറയുന്നത്? നമുക്ക് എഴുതാം. ഹെൻസ് 131072 is the 9th term of the geometric progression. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a GP, the 10th term is 24 and the 6th term is 192. Find the 10th term. തേർഡ് ടേം 24 എന്നും 6th ടേം 192 ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 10th ടേം കണ്ടുപിടിക്കുക. 2 ടേം തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് 10th ടേം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു ടേം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 10th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊരു ടേം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് എയും ആറും. 10th ടേം ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം n എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട്. n എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. സോ ഇനി വേണ്ടുന്ന 2 കാര്യങ്ങൾ എയും ആറും ആണ്. തന്നിരിക്കുന്നത് എന്താണ്? 2 ടേമുകളാണ്. അപ്പോൾ 2 ടേമിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എയും ആറും കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ടേംസ് നമുക്ക് എടുത്തെഴുതാം. തേർഡ് ടേം 24ഉം 6th ടേം 192 ആണ്. സോ തേർഡ് ടേം 24, 6th ടേം 192. തേർഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? A3 = AR² എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ജനറൽ ടേം എഴുതുന്ന സമയത്ത്. ആറിൻ്റെ പവർ ഒന്ന് കുറവായിരിക്കും, 3 - 1 2. സോ AR² = 24. A6 ആകുമ്പോൾ AR⁵ = 192. ഇങ്ങനെ 2 ടേം തന്നിട്ട് നമുക്ക് ഫസ്റ്റ് ടേമോ കോമൺ റേഷ്യോ അല്ലെങ്കിൽ വേറൊരു ടേമോ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെയാണ്. ഈ 2 ടേമിനെ ഇങ്ങനെ ജനറൽ ടേമിൻ്റെ രീതിയിൽ എഴുതുക. എന്നിട്ട് ആ രണ്ട് ഇക്വേഷൻ, ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ 2 ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്തിട്ടുണ്ട്. ചെയ്യുമ്പോഴത്തേക്കും എയും ക്യാൻസൽ ആവും. അവിടെ R⁵ ഡിവൈഡ് ബൈ R⁵2 എന്ന് വരും. ഇപ്പം സെയിം A⁻m ഡിവൈഡ് ബൈ A⁻n ആണെന്നുണ്ടെങ്കിൽ അതിന് ആൻസർ A⁻m - n ആയിരിക്കും. സെയിം
നമ്പറിൻ്റെ പവർ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ a raised to m minus 1, that is r raised to 5 minus 2, that is r raised to 3. r cube is equal to 192 divided by 24 ചെയ്യുമ്പോഴത്തേക്കും 8 കിട്ടും. അപ്പോൾ r cube is equal to 8. ഇനി 8നെ നമ്മൾ ഏതെങ്കിലും നമ്പറിൻ്റെ ക്യൂബാക്കി എഴുതണം. 8 എന്ന് പറയുന്നത് എന്തിൻ്റെ ക്യൂബാണ്? 2ൻ്റെ ക്യൂബാണ്. സോ r cube is equal to 2 ക്യൂബ്. ഇനി ഇതിപ്പോൾ 8 ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും 2ൻ്റെ ക്യൂബാണെന്നുള്ളത്. വലിയ നമ്പേഴ്സൊക്കെയാണ് വരുന്നതെങ്കിൽ കാൽക്കുലേറ്ററിൽ ക്യൂബ് റൂട്ട് വെച്ച് അടിച്ചു നോക്കിയാൽ മതി, നമുക്ക് കിട്ടും ഏത് നമ്പറിൻ്റെ ക്യൂബാണെന്നുള്ളത്. അപ്പോൾ r ക്യൂബ് 2 ക്യൂബ് എന്ന് കിട്ടി. സോ r എന്ന് പറയുന്നത് എന്തായിരിക്കും? പവർ രണ്ടും സെയിം അല്ലേ, അപ്പോൾ ബേസ് രണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ r എന്തിന് ഈക്വൽ ആയിരിക്കണം? 2ന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ r കിട്ടിക്കഴിഞ്ഞു. 2 ടേം തന്നു കഴിഞ്ഞാൽ r എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ നിന്ന് a എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെ തന്നെ ഏതെങ്കിലും ഒരു ടേം a3യോ a6ഓ ഏതെങ്കിലും ഒരു ടേം എടുത്തിട്ട് അതിലോട്ട് r ഇക്വേറ്റ് ചെയ്തത്. ഇവിടെ എടുത്തിരിക്കുന്നത് a3 ആണ്. ar² is equal to 24. അതിൽ r എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം? 2 എന്നറിയാം. സോ a into 2² is equal to 24. a into 4 is equal to 20. that is a is equal to 24 by 4, that is 6. a എന്ന് പറയുന്നത് 6 എന്നും കിട്ടും, r എന്ന് പറയുന്നത് 2 എന്നും കിട്ടും. ഓക്കെ, a6 r2. അത് വെച്ചിട്ട് 10th ടേം കണ്ടുപിടിക്കാം. a10 is equal to ar raised to 9. a10 നമ്മളെങ്ങനെ എഴുതുന്നത്? ar raised to 10 minus 1, അതാണ് ar raised to 9 എന്ന് പറയുന്നത്. എയും ആറും അറിയാം. 6 into 2 raised to 9 കാൽക്കുലേറ്റ് ചെയ്യുമ്പം 3072 കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സമ്മിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ആൻഡ് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ ജോമെട്രിക് സീരീസ് 1 plus 2/3 plus 4/9 plus etc. ചോദിച്ചിരിക്കുന്ന n ടേംസ് വരെയുള്ള സം എന്താണ്, അതുപോലെ തന്നെ ആദ്യത്തെ 5 ടേമിൻ്റെ സം എന്താണെന്നാണ് ചോദിക്കുന്നത്. 5 ടേംസിൻ്റെ സം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന ജോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ജോമെട്രിക് സീരീസ് 1 plus 2/3 plus 4/9. അപ്പം ജോമെട്രിക് സീരീസിൻ്റെ ടേം, ജോമെട്രിക് സീക്വൻസിൻ്റെ ടേം എന്ന് പറയുന്നത് 1, 2/3, 4/9 എന്നുള്ളതാണ്. അത് ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട്. a1 എന്ന് പറയുന്നത് 1 ആണ്, a2 2/3 ആണ്, a3 എന്ന് പറയുന്നത് 4/9 ആണ്. അതിൽ ഫസ്റ്റ് ടേം നമുക്കറിയാം a is equal to 1. റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മുന്നിലത്തെ ടേം ഡിവൈഡ് ബൈ ബാക്കിലത്തെ ടേം. ഇവിടെ a2 ആണ് എടുക്കുന്നതെങ്കിൽ താഴെ എന്തായിരിക്കണം? a1 ആയിരിക്കണം. 2/3 ഡിവൈഡ് ബൈ 1, ഏത് നമ്പർ ഡിവൈഡ് ബൈ 1 എന്തായിരിക്കും? ആ നമ്പർ തന്നെ ആയിരിക്കും. സോ 2/3. നമുക്ക് കോമൺ റേഷ്യോയും കിട്ടി. എന്താണ്? 2/3. ഈ 2/3 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പം ഈ ചിലർക്ക് ഈ 1നെക്കാട്ടി ലെസ് ആണോ ഫ്രാക്ഷൻ വരുന്നത് കൺഫ്യൂഷൻ വരാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ, ഇപ്പം ന്യൂമറേറ്റർ മുകളിൽ കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് താഴെയുള്ള ഡിനോമിനേറ്ററിനെ കാട്ടി ചെറുതാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ വാല്യൂ എന്ന് പറയുന്നത് 1നെക്കാട്ടി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ എന്താണ്? 1നെക്കാട്ടി കുറവാണ്. സോ r ലെസ് ദാൻ 1. r ലെസ് ദാൻ 1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? Sn is equal to a 1 minus r raised to n the whole divided by 1 minus r. അതിൽ അറിയാവുന്നത് ഏതൊക്കെ? എയും അറിയാം, ആറും അറിയാം. സോ a എന്ന് പറയുന്നത് എന്താ? 1 ആണ്. r എന്ന് പറയുന്നത് 2/3 ആണ്. r എന്ന് പറയുന്നത് 2/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ഇവിടെ ചെയ്ത് എന്താ? ഡിനോമിനേറ്റർ 1 minus 2/3. 1 minus 2/3 എന്നുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 minus 2 the whole divide by 3. അതാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ 3 minus 2 the whole by 3 എന്ന് വരുന്നത്. അതിൽ അടുത്ത സ്റ്റെപ്പ് ഡിനോമിനേറ്ററിൽ ബൈ വന്നാൽ എന്താ ചെയ്യുക? നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടേ മൾട്ടിപ്ലൈ ചെയ്യും. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ഡിനോമിനേറ്ററിൽ by 3 വന്നാൽ ന്യൂമറേറ്ററിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എങ്ങനെ വരും? ലാസ്റ്റ് ആൻസർ n ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 3 into 1 minus 2/3 the whole raised to n എന്ന് വരും. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇത് മാത്രമല്ലായിരുന്നു ചോദിച്ചിരുന്നത്. n ടേംസിൻ്റെ സമ്മും വേണം, 5 ടേംസിൻ്റെ സമ്മും വേണം. നമുക്ക് n ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 3 into 1 minus 2/3 the whole raised to n എന്ന് കിട്ടി. അതിൽ നമുക്ക് s5 ആണ് വേണ്ടത്, n 5 ആകുമ്പോൾ. അപ്പോൾ n-ന് പകരം എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. എന്നിട്ട് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യണം. 2 raised to
5 ഡിവൈഡ് ബൈ 3^5 എന്ന് വരും. 2^5 എന്ന് പറയുന്നത് എന്താണ്? 32. 3^5 എന്താണ്? 243. ഇവിടെയും ചെയ്തിരിക്കുന്നത് ഫ്രാക്ഷൻ്റെ 1 മൈനസ് 32 ഡിവൈഡ് ബൈ 243 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്തത്. അപ്പോൾ 243 മൈനസ് 32 ഡിവൈഡ് ബൈ 243 എന്ന് വരും. 3 ഇൻറ്റു 211 ഡിവൈഡ് ബൈ 243 എന്ന് വരും. ആൻസർ എന്ത് വരും? 211 ഡിവൈഡ് ബൈ 81. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ടേംസ് ഓഫ് ദ ജോമെട്രിക് പ്രോഗ്രഷൻ 3, 3/2, 3/4 ആർ നീഡഡ് ടു ഗിവ് സം 3069 ഡിവൈഡഡ് ബൈ 512. അതായത് ഈ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ എത്ര ടേംസ് കൂട്ടുമ്പോഴാണ് 3069 ഡിവൈഡഡ് ബൈ 512 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നത്. സോ അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്ന സം ഇല്ലേ, അതിനെ SNന് ഇക്വേറ്റ് ചെയ്യണം. SN ഇസ് ഈക്വൽ ടു എന്താണ്? 3069 ഡിവൈഡഡ് ബൈ 512 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? A1 എന്ന് പറയുന്നത് 3 ആണ്, ഫസ്റ്റ് ടേം 3 ആണ്. A2 എന്ന് പറയുന്നത് 3/2 ആണ്. A3 എന്ന് പറയുന്നത് 3/4 ആണ്. അങ്ങനെ പോകും. ഓക്കെ, അതിൽ ഫസ്റ്റ് ടേം 3 ആണെന്നും കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുന്നിലത്തെ ടേം ഡിവൈഡ് ബൈ ബാക്കിലത്തെ ടേം ചെയ്താൽ മതി. ഇവിടെ സെക്കൻഡ് ടേം എടുക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ടേം ആണ് ഡിനോമിനേറ്റർ എടുക്കുന്നത്. 3/2 ഡിവൈഡ് ബൈ 3, 3യും 3യും ക്യാൻസൽ ആവും. ആൻസർ എന്ത് വരും? 1/2 എന്ന് വരും. സോ 6 എന്ന് പറയുന്നത് 1/2 വന്നു. 1നെക്കാട്ടിയും ചെറിയ നമ്പർ അല്ലേ 1/2 എന്ന് പറയുന്നത്. അപ്പോൾ 1നെക്കാട്ടിയും ചെറിയ നമ്പറാണ് വരുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്താണ്? SN ഇസ് ഈക്വൽ ടു A ഇൻറ്റു 1 മൈനസ് R⁻n ഡിവൈഡ് ബൈ 1 മൈനസ് R. ഇതിൽ Aയും Rഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷനിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്തു 3069 ഡിവൈഡ് ബൈ 512 ആണ്. കാരണം അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സം എന്ന് പറയുന്നത് 3069 ബൈ 512 ആണെന്നുള്ളത്. സോ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. എക്കും ആറിനും 3യും 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 മൈനസ് 1/2 നേരത്തെ ചെയ്ത പോലെ ഫ്രാക്ഷൻ്റെ സബ്സ്ട്രാക്ഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 1 ഇൻറ്റു 2, 2 മൈനസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരും. ആൻസർ എന്ത് വരും? 1/2 എന്ന് വരും. ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 1/2 ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 1/2 എന്ന് വരും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാവും. ബൈ ഇൻറ്റു 1/2 ആകുമ്പോൾ 3069 ഡിവൈഡ് ബൈ 1024 എന്ന് വരും. പിന്നെ 3യെ ഇപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻറ്റു 3 ഇവിടെ വരും. സോ 1 മൈനസ് 1/2 ദ ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് 3069 ഡിവൈഡ് ബൈ 1024 ഇൻറ്റു 3. സോ അടുത്ത സ്റ്റെപ്പ് ഇതേ ഇങ്ങനെ വന്നിരിക്കും. ഇതിൽ ഈ ഒരു സ്റ്റെപ്പിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തോട്ടും ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഫോം എത്തിച്ചിരിക്കുന്നത്. 1/2 the whole raised to n is equal to 1 minus 3069 divided by 3072. അതിൽ നിന്ന് ലാസ്റ്റ് കിട്ടുന്നൊരു ആൻസറാണ് 1/2 raised to n എന്ന് പറയുന്നത് 1/1024 ആണെന്നുള്ളത്. സോ മുകളിൽ രണ്ടും 1 1 ആണ്, താഴെ മാത്രമേ ഉള്ളൂ. അപ്പം 2 raised to n ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 1024 എന്ന് പറയുന്നത്. സോ 2 raised to n ഈക്വൽ ആയിരിക്കും 1024. 1024 2ൻ്റെ എത്രാമത്തെ പവറാണെന്ന് നോക്കണം. അത് കാൽക്കുലേറ്ററിൽ 2 raised to ഓരോ നമ്പേഴ്സ് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ 2 raised to 10 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 1024 എന്ന് കിട്ടും. അപ്പോൾ 2 raised to n is equal to 2 raised to 10 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പം ബേസ് രണ്ടും സെയിം ആണ് 2. സോ എന്തായിരിക്കും? പവർ രണ്ടും സെയിം ആയിരിക്കും. n is equal to 10. അതായത് 10 ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3069 ഡിവൈഡഡ് ബൈ 512 കിട്ടുന്നത്.